യോസഫ് സഹോദരന്മാരെ ക്ഷമിക്കുന്നു. യോസഫിന്റെ സഹോദരന്മാരെ ക്ഷമിച്ച കഥ ബൈബിളിലെ ഏറ്റവും ശക്തമായ പുനരൈക്യത്തിന്റെ ഉദാഹരണങ്ങളിലൊന്നാണ്. യോസഫ് തന്റെ ജീവിതത്തിൽ പല കഷ്ടപ്പാടുകളും സഹിച്ചു. സഹോദരന്മാർ തന്നെ വഞ്ചിച്ചു, അടിമത്തത്തിലേക്ക് വിറ്റു, തെറ്റായി കുറ്റം ചുമത്തി തടവറയിൽ അടച്ചു. എങ്കിലും ദൈവത്തിന്റെ ഇടപെടലാൽ അവൻ മിസ്രയീമിൽ ഫറവോനു ശേഷം രണ്ടാമനായ ഭരണാധികാരിയായി ഉയർത്തപ്പെട്ടു. കടുത്ത ക്ഷാമകാലത്ത് ഭക്ഷണം തേടി സഹോദരന്മാർ മിസ്രയീമിലെത്തിയപ്പോൾ അവർ സഹായം അഭ്യർത്ഥിച്ചയാൾ തന്നെയാണ് അവർ വഞ്ചിച്ച സഹോദരൻ യോസഫ് എന്ന് അറിയില്ലായിരുന്നു. അധികാരത്തിന് പകരം യോസഫ് കരുണയോടെ സ്വയം സഹോദരന്മാർക്ക് വെളിപ്പെടുത്തി. അവൻ പറഞ്ഞു, എന്നെ ഇവിടെ വിറ്റതിനാൽ നിങ്ങൾ വിഷമിക്കേണ്ട, കോപിക്കേണ്ട. ജീവനെ രക്ഷിക്കേണ്ടതിന് ദൈവം തന്നെയാണ് എന്നെ മുമ്പായി അയച്ചത്. യോസഫ് മനസ്സിലാക്കി, ദൈവം തന്റെ സഹനവും വേദനയും ഉപയോഗിച്ച് അവനെ വലിയ രക്ഷാപ്രവർത്തനത്തിന് ഒരുക്കിയിരിക്കുന്നുവെന്ന്. ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് രണ്ട് പ്രധാന പാഠങ്ങൾ ലഭിക്കുന്നു. ഒന്നാമത്, ക്ഷമ ദൈവകൃപയുടെ പ്രവൃത്തിയാണ്. ക്ഷമിക്കുന്നവനും ക്ഷമിക്കപ്പെടുന്നവനും സ്വാതന്ത്ര്യം നൽകുന്നതാണ് ക്ഷമ. പ്രതികാരം ചെയ്യാതെ സഹോദരന്മാരെ ഏറ്റെടുത്ത യോസഫ് കുടുംബത്തിൽ ഐക്യം പുനഃസ്ഥാപിച്ചു. ക്ഷമ എന്നത് തെറ്റ് മറക്കുന്നതല്ല, മറിച്ച് വെറുപ്പിനേക്കാൾ സ്നേഹം തിരഞ്ഞെടുക്കുന്നതാണ്. രണ്ടാമതായി, ദൈവം ഏറ്റവും വേദനാജനകമായ സാഹചര്യങ്ങളിലും നല്ലതിനായി മാറ്റാനാകുമെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരന്മാർ ദോഷം ചെയ്യാൻ ഉദ്ദേശിച്ചതിനെ ദൈവം രക്ഷയ്ക്കായി ഉപയോഗിച്ചു. അതിലൂടെ നമ്മുടെ കഷ്ടപ്പാടുകൾക്കിടയിലും ദൈവത്തിന്റെ പദ്ധതിയിൽ വിശ്വസിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ക്ഷമിക്കുക എളുപ്പമല്ല, പ്രത്യേകിച്ച് വേദന ആഴത്തിൽ ഇരിക്കുമ്പോൾ. എന്നാൽ യോസഫിന്റെ കഥ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നത് പ്രതികാരത്തെ വിട്ടുകളയുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യാൻ. ക്ഷമയിലൂടെ സമാധാനവും പുനഃസ്ഥാപനവും വരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.